ഹൂഷുവും ഷിയും കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗെയിമിലെ വിന്നറിനെ പ്രഖ്യാപിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പുറത്ത് പോകണമെന്നുള്ള അനൗൺസ്മെൻറ്റും വരുന്നു. അപ്പോഴാണ് അവർക്ക് വെളിവ് വീഴുന്നത്. രണ്ടാളും കൂടി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആരോ അങ്ങോട്ടേക്ക് വരുന്ന സൗണ്ട് കേട്ടിട്ട് അവർ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കണ്ട് എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതി ഹൂഷു വേഗം അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കുട്ടയ്ക്കടിയിൽ ഒളിക്കുന്നുണ്ട്. മറ്റേ ജനറൽ ഷിന്നായി അഭിനയിക്കുന്ന പയ്യനും വേറെ 2 പ്ലേയേഴ്സും കൂടിയാണ് അതുവഴി വന്നത്. ഷിയു അവരോട് നൈസായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കി ഹൂഷുവിനെ കുട്ടയ്ക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. ഇനി ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഹൂഷു പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ അവളെ പിടിച്ച് നിർത്തിയിട്ട് നേരത്തെ അവൾക്ക് കൊടുക്കാൻ പറ്റാതെ പോയ ആ റിങ് അവൾക്ക് സമ്മാനിക്കുന്നുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വേഗം പുറത്തേക്ക് വരാൻ പുറത്ത് വെയിറ്റ് ചെയ്യണമെന്ന് അവനോട് അവൾ പറയുന്നുണ്ട്. അത് സമ്മതിച്ച് അവൾ പുറത്തേക്ക് ഓടുന്നു. ഹൂഷു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോഴേക്കും ഷിയു അവിടെ വണ്ടിയുമായിട്ട് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ കൊടുത്ത റിങ് അവൾ വിരലിലിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഗെയിം കളിച്ച് കഴിയുമ്പോഴേക്കും ഇവിടുത്തെ പല ഓർണമെൻറ്റ്സും മിസ്സാവുമല്ലോ എന്ന് അവൾ അവനെ കളിയാക്കി പറയുന്നുണ്ട്. കാരണം മുമ്പ് ഇതേപോലെ ഒരു പോക്കറ്റ് വാച്ചും അവൻ അവൾക്ക് സമ്മാനിച്ചിരുന്നല്ലോ. അങ്ങനെ മിസ്സായാലും കുഴപ്പമൊന്നുമില്ല, അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോളാൻ അവൻ പെർമിഷൻ നൽകുന്നത്. ഈ സമയത്താണ് ഗോങ് അങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ സൗണ്ട് കേട്ടത്. രണ്ടുപേരും പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെ തിരിഞ്ഞു നിൽക്കുന്നു. ഗോങ് ഇവർക്കിടയിൽ എന്താണ് നടക്കുന്നതെന്നൊന്നും അറിയാതെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ശിവൻ്റെ ഒപ്പം വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. അവർക്ക് അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതിയെന്നാണ്. ആദ്യം ഹൂഷുവിനെ കൊണ്ട് വിട്ടിട്ട് തങ്ങളുടെ സ്ഥലത്തേക്ക് പോകാമെന്ന് ഗോങ് പറയുന്നുണ്ടെങ്കിലും അത് വേണ്ട, ആദ്യം അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഹൂഷുവിനെ കൊണ്ട് വിട്ടോളാമെന്ന് ശിവ പറയുന്നു. ഗോങ് അതിന് എതിർപ്പൊന്നും പറയുന്നില്ല. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴും ഇവർ രണ്ടുപേരും ഒന്നും പറയാതെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുകയാണല്ലോ. ഗോങ് കരുതിയത് നേരത്തെ വണ്ടിയുടെ അടുത്തേക്ക് അവൻ വന്ന സമയത്ത് ഇവർ രണ്ടുപേരും പുറംതിരിഞ്ഞ് നിന്നത് രണ്ടുപേരും വഴക്കിട്ടതുകൊണ്ടാണ് എന്നാണ്. അവൻ പറയുന്നതൊക്കെ ശരിയാണ് എന്ന രീതിയിൽ രണ്ടുപേരും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ഹൂഷു വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തിയിട്ട് സൈഡിലുള്ള വിൻഡോയിലൂടെ അവനെ കാണുന്നു. അതേപോലെ അവനും അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഗോങ്ങിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് പോകാൻ തിരക്കുണ്ടോ എന്ന് ഷിയോ അവളോട് ചോദിക്കുന്നുണ്ട്. തിരക്കില്ലെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ എൻ്റെ താമസ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇത്ര പെട്ടെന്ന് അവൻ തന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഹൂഷുവിനെ കുറിച്ച് ടെൻഷനാക്കുന്നുണ്ട്. ഒന്നാമത് സമയം രാത്രി 9 മണി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ലവേഴ്സായ സ്ഥിതിക്ക് ഈ സമയത്ത് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എന്തിനായിരിക്കും എന്നുള്ള ആശങ്കയാണ് അവൾക്ക്. എന്നാലും അവൾ ചെല്ലുന്നു. അവിടെ ലേഡീസ് ആരുമില്ലാത്തതുകൊണ്ട് മെൻസിൻ്റെ സ്ലിപ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതവൻ അവൾക്ക് ധരിക്കാൻ കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കുടിച്ചോളാൻ പറയുന്നു. അതല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡ്രിങ്ക്സിൽ ഏതെങ്കിലും ഒന്ന് എടുത്തോളാൻ അവൻ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷന് അതൊന്നും ഒട്ടും യോജിക്കാത്തതുകൊണ്ട് അത് വേണ്ട, വെള്ളം കുടിച്ചോളാമെന്ന് ഹൂഷു പറയുന്നു. അങ്ങനെ അവൾ പോയി ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട്. അവൻ എന്തോ എടുക്കാനായി അകത്തെ മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഫ്രിഡ്ജിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ കുറച്ച് വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൻ്റെ വീടും ഓഫീസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും അവൾക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഓഫീസിലുള്ളതുപോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ഒട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷിയോ അവളെ അകത്തെ മുറിയിലേക്ക് വിളിക്കുന്നത്. അതോടെ അവളുടെ ടെൻഷൻ ഒന്നുകൂടി കൂടുന്നുണ്ട്. എന്നാലും അവൾ പതിയെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവൻ ശരിക്കും ലൈമാൻ്റെ പ്രോജക്റ്റിൻ്റെ ഫോളോയിങ് വർക്കൊക്കെ ചെയ്യാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫയൽ നൽകാനായിരുന്നു അവളെ അകത്തേക്ക് വിളിച്ചത്. അതറിഞ്ഞപ്പോൾ ഹൂഷു ഒന്ന് നിരാശയായതുപോലെ ആവുന്നുണ്ട്. മറ്റെന്തൊക്കെയോ അവൾ പ്രതീക്ഷിച്ചു എന്ന് തോന്നുന്നു. ഇതിനു വേണ്ടിയായിരുന്നോ ഈ രാത്രിയിൽ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇത് കിട്ടിയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൾ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. തൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റാണുണ്ടായെന്ന് മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുകയാണ് ഷിയു. ഹൂഷു അവിടെ നിന്ന് പോയെങ്കിലും ഇടയ്ക്കിടെ അവൻ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ജോലിയോട് ആത്മാർത്ഥത കുറച്ച് കൂടുതലാണെങ്കിലും ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഫയൽ തരാനും വേണ്ടിയുള്ള ആത്മാർത്ഥതയൊന്നും കാണിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൂഷു മുന്നോട്ട് പോകുന്നത്. നേരത്തെ കിസ് ചെയ്തെങ്കിലും അവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് രണ്ടുപേരും പരസ്പരം സംസാരിച്ചൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിച്ച് അവൾ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തൊട്ട് പുറകിൽ നിന്ന് പിന്നല്ലാതെ എന്താണെന്ന് അവൻ ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ പുറകെ വന്നുവെന്ന് അവൾ അറിയുന്നത്. പെട്ടെന്നൊരു ആവേശത്തിന് കിസ് ചെയ്തിട്ട് പിന്നീട് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് കൈ ഒഴിയുന്ന കൂട്ടത്തിലല്ല ഞാൻ. എൻ്റെ ആക്ഷൻസിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അവളെ ഇഷ്ടമാണ് എന്ന് അവൻ തുറന്നു പറയുന്നു. ഇക്കാര്യം കുറേ കാലം മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായതാണ്. പക്ഷേ ഞാനത് അംഗീകരിക്കാതെ ഒളിച്ചോടാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ ഇനി എനിക്കിത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല. എന്തായാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ അവൻ പറയുന്നു. ഇനി അവൻ പിന്മാറുമോ എന്നൊക്കെ അവൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് സ്റ്റാമ്പ് ചെയ്ത് തരാൻ അവൾ ആവശ്യപ്പെടുന്നു. എങ്ങനെ സ്റ്റാമ്പ് ചെയ്യാനാണ് അവൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് കയ്യിൽ ഒന്ന് കിസ് ചെയ്തിട്ട് അത് അവൻ്റെ നെറ്റിയിലേക്ക് പതിപ്പിക്കുന്നു. എന്നിട്ട് അവനോട് അങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ 30 വയസ്സായി, ഇങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നിന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അവരുടെ ലവ് റിലേഷൻഷിപ്പ് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഹൂഷു തിരികെ വീട്ടിലെത്തിയ ശേഷം അവൻ കൊടുത്ത റിങ് മറ്റേ പോക്കറ്റ് വാച്ച് സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവൻ കൊടുത്തയച്ച ഫയൽ അവൾ ചെക്ക് ചെയ്യുന്നത്. അതിൽ അവൾക്ക് റെഫർ ചെയ്യാൻ കുറേ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അവൻ വരച്ചതല്ല എന്ന് തോന്നുന്ന പഴക്കം ചെന്ന ഒരു ഡ്രോയിങ് ഉണ്ടായിരുന്നു. അതിൽ ക്യൂ എന്ന അക്ഷരം എഴുതിയിരിക്കുന്നതും അവൾ കാണുന്നുണ്ട്. അത് ആരുടേതാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല.
ആ ഡ്രോയിങ്ങിന് കുറച്ച് പഴക്കമുണ്ട് എന്ന് മാത്രം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഷിൻ അടുത്ത ദിവസം അവൻ്റെ നെറ്റിയിലെ ബാൻഡേജ് അയച്ച് മാറ്റുന്നുണ്ട്. പക്ഷെ അത് കളയാതെ അവനൊരു ബോക്സിലാക്കി ഇതുപോലെ സൂക്ഷിച്ചു വയ്ക്കുന്നു. അത് കഴിഞ്ഞ് ലിവിംഗ് റൂമിലേക്ക് ചെന്നപ്പോഴാണ് അന്ന് അവിടെ ആരോ ഗസ്റ്റ് ഉണ്ട് എന്ന് അവന് മനസ്സിലാവുന്നത്. അങ്ങനെ സെർവന്റിനോട് ചോദിച്ചപ്പോൾ അന്ന് ഷിയുവിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഷിയു കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് അറിയുന്നു. അപ്പോഴേക്കും കോളിംഗ് ബെൽ കേൾക്കുന്നു. അവൻ ചെന്ന് കഥവ് തുറന്നപ്പോൾ ഷിയു വന്നിട്ടുണ്ടായിരുന്നു. ഷിയു അമ്മയ്ക്ക് എന്തോ ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവനെത്തിയപ്പോഴേക്കും അവർ രണ്ടുപേരും മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഷിൻ അവർക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് നൽകുന്നു. അവരിപ്പോൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഗാർഡൻ ടൂൾസാണ് അവൻ ഗിഫ്റ്റായി നൽകിയിരിക്കുന്നത്. അവർക്കത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് ഷിയു ഗിഫ്റ്റ് നൽകിയത്. അവർ പണ്ട് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സിംഗറുടെ പാട്ടിൻ്റെ CD ആയിരുന്നു അവൻ ഗിഫ്റ്റായി നൽകിയത്. അവരുടെ പാട്ടുകൾ വളരെയധികം ഇഷ്ടമാണ് എന്ന് ഒരിക്കൽ അമ്മ അച്ഛനോട് പറയുന്നതും അവർ രണ്ടുപേരും കൂടി ആ പാട്ട് ഒരുമിച്ച് നിന്ന് കേൾക്കുന്നതുമൊക്കെ അവൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മ വെച്ചിട്ടാണ് അവൻ ഇപ്പോൾ അത് അമ്മയ്ക്ക് സമ്മാനിച്ചത്. പക്ഷേ അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഗിഫ്റ്റിൽ അത്രയ്ക്ക് ഹാപ്പിയൊന്നും ആയിരുന്നില്ല. എന്നാലും അവരത് പുറമേ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പോവുകയാണല്ലോ. അത് അമ്മയ്ക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരത് പറയുന്നുണ്ട്. അവൻ്റെ കരിയറിൻ്റെ കാര്യത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. പക്ഷേ അവൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള ചർച്ച അമ്മ എടുത്തിടുന്നു. ഈ സമയത്ത് ഷിൻ തനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന ഹുഷുവിൻ്റെ കാര്യമാണ് എന്ന് അവൻ പറയുന്നതിൽ നിന്ന് ഷിയുവിന് മനസ്സിലാവുന്നു. മകന് ഇങ്ങനെ ആരെയോ ഇഷ്ടമാണെന്ന് അറിഞ്ഞതോടെ അച്ഛൻ അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഏത് കുടുംബത്തിൽപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം ആദ്യം അന്വേഷിച്ചത്. അവളുടെ അച്ഛൻ ഒരു എഞ്ചിനീയർ ആണെന്നാണ് തോന്നുന്നത് എന്ന് അവൻ പറഞ്ഞപ്പോൾ, അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി നിന്റെ വിലപ്പെട്ട സമയം പാഴാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആ ആഗ്രഹം ഇപ്പോഴേ തന്നെ കളയുന്നതാണ് നല്ലതെന്നാണ് അച്ഛൻ അവനോടൊരു വാണിംഗ് പോലെ പറഞ്ഞത്. അതോടെ അദ്ദേഹം ഈ ബന്ധത്തെ അനുകൂലിക്കില്ല എന്ന് ഷിന്നിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു കുടുംബവുമായിട്ട് മാത്രമേ വിവാഹം ബന്ധം നടത്തുകയുള്ളൂ, അതാണോ അദ്ദേഹം വിവാഹത്തിന് നൽകുന്ന മൂല്യം എന്ന് ഷിയു ഈ സമയത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അതല്ല അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് അമ്മ അവനെ വഴക്ക് പറയുന്നു. അവൻ പിന്നെ കൂടുതൽ ആ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നില്ല. ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ നിൽക്കാതെ അവൻ അപ്പോൾ തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കൊപ്പമാണ് അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതെങ്കിലും ഞാൻ പുറത്തേക്ക് കൊണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് ഷീൻ അവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കുന്നു. ഈ സമയത്ത് ആ ലൈമാൻ്റെ പ്രോജക്റ്റ് സൈൻ ചെയ്യുന്നതിനെ പറ്റി അവൻ ചോദിക്കുന്നുണ്ട്. സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാത്തതുകൊണ്ടായിരുന്നല്ലോ ഇതുവരെ ഷിയു അതിന് തയ്യാറാവാതിരുന്നത്. ഇപ്പോൾ ഹുഷുവിന് കൈവശം അവൻ ആ ലിസ്റ്റ് കൊടുത്തയച്ചിരുന്നല്ലോ. ഇപ്പോൾ കൊടുത്തയച്ച ലിസ്റ്റിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഉടനെ തന്നെ സൈൻ ചെയ്തുകൂടെ എന്ന് ഷിൻ ചോദിക്കുന്നുണ്ട്. ലൈമാൻ അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഓഡിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം സൈൻ ചെയ്യാമെന്ന് ഷിയു പറയുന്നുണ്ട്. അതിനുശേഷം ഹുഷുവിനെ പറ്റി അവൻ ഷിന്നിനോട് പറയുന്നു. നിന്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഹുഷുവിനെ കുറിച്ച് നീ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഷിയു പറഞ്ഞപ്പോൾ, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാണ്? അല്ലെങ്കിൽ തന്നെ അവളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ നിനക്ക് എന്താ അവകാശമാണ് എന്നൊക്കെ ചോദിച്ച് ഷിൻ എതിർക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ കുറച്ച് മുമ്പ് പറഞ്ഞത് നീ കേട്ടതല്ലേ? നീ കാരണം ഹുഷുവിനൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നിന്നോടൊപ്പം നിന്റെ അച്ഛനെ ഫേസ് ചെയ്യേണ്ട ആവശ്യം അവൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഷിയു അവിടെ നിന്ന് പോകുന്നു. അവൻ അവിടെ നിന്ന് നേരെ ഹുഷുവിൻ്റെ അടുത്തേക്കാണ് പോയത്. അവിടെ എത്തി വണ്ടി നിർത്തി ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് അവളുടെ മെസ്സേജ് കാണുന്നത്. അങ്ങനെ അവൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. തലേന്ന് രാത്രി ഒരുപാട് വൈകി ആ ഡീറ്റെയിൽസൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് അവളിപ്പോൾ ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡീറ്റെയിൽസ് നിന്ന് മനസ്സിലായ എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഡേറ്റിംഗ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഡേ ആയിട്ട് തന്നെ ഇങ്ങനെ ജോലിയെപ്പറ്റി സംസാരിക്കുകയാണോ മറ്റൊന്നും ചെയ്യാനില്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അതിനെപ്പറ്റി ചോദിക്കുന്നു. എവിടെയെങ്കിലും പോകാമെന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഡോറിൽ ആരോ മുട്ടുന്നത് ഹുഷു കേട്ടത്. ഫോണിൽ അവനോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവൾ പോയി വാതിൽ തുറക്കുന്നു. ഷിയു തന്നെയായിരുന്നു അവിടെ നിൽപ്പുണ്ടായിരുന്നത്. ഹുഷു ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ വഴിയാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ ഡോർ അടച്ചിട്ട് അകത്തേക്ക് ഓടുന്നുണ്ട്. ഷിയുവിന് ആദ്യം കാര്യം മനസ്സിലാവുന്നില്ല. അവൻ അകത്തേക്ക് കയറി ചെന്ന് ബാത്റൂം ലോക്ക് ചെയ്തിരിക്കുന്ന കണ്ടപ്പോഴാണ് അവൾ മുടി കഴുകുകയായിരിക്കും എന്നവൻ ഊഹിക്കുന്നത്. ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇതിനു മുമ്പ് പലതവണ അവളെ എങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അവൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ അതേപോലെ അല്ലല്ലോ. ഡേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 3 മാസം ഇങ്ങനെയുള്ള കോലത്തിലൊന്നും കാണാൻ പാടില്ലെന്നാണ് ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹുഷു അവളുടെ ഹെയർ വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയത്തേക്ക് ഷിയു ഒന്നും പറയാതെ നിൽക്കുന്നുണ്ട്. അത് കാരണം അവൻ ദേഷ്യത്തിലായിരിക്കുമോ എന്ന് കരുതി അവൾ ഡോർ തുറക്കുന്നു. അവൾക്ക് ഡേറ്റിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുപോലെയാണല്ലോ അവളെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവളുടെ എക്സുമായിട്ട് അവനൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മൗനമായത്. എന്തായാലും അവളുടെ കയ്യിലുണ്ടായിരുന്ന ടവൽ വാങ്ങി അവൻ വേഗം അവളുടെ മുടി കെട്ടിവെക്കുന്നു. അവളത് ഉണക്കാൻ പോകാൻ തുടങ്ങുമ്പോഴാണ് ഷാമ്പൂവിന് പകരം ഹാൻഡ് വാഷാണ് അവൾ തലയിൽ തേച്ചതെന്ന് അവൻ കാണുന്നത്. അങ്ങനെ അവളോടും അത് പറയുന്നുണ്ട്. അതോടെ മുടി ആകെ നാശമാകുമെന്നും പറഞ്ഞ് ഹുഷു വെപ്രാളപ്പെടുന്നു. എന്തായാലും ഫസ്റ്റ് ഡേറ്റിന് പുറത്തെങ്ങും പോകാൻ സാധിക്കാതെ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് അവളുടെ മുടി ശരിയാക്കാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ നാശമായ മുടി റെഡിയാക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് എന്ന് പറഞ്ഞ് ഷിയു അത് അവളുടെ തലയിൽ പൊട്ടിക്കൊടുക്കുന്നു. അതിനുശേഷം ഡ്രയർ ഉപയോഗിച്ച് മുടി ഉണക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും പല തമാശകളും പറയുന്നുണ്ട്. അവൻ വിദേശത്തായിരുന്ന സമയത്ത്
ഒരു ഹെയർ സലൂണിൽ പാർട്ട് ടൈമായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവന് കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. കറങ്ങാനൊന്നും പോയില്ലെങ്കിലും രണ്ടുപേരും കൂടി അവരുടെ ആദ്യത്തെ ഡേറ്റ് അങ്ങനെ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്.